ഈ അവാർഡ് പ്രഖ്യാപിക്കാനല്ല ഈ ജൂറിയുടെ ഭാഗമായി ഞാനിവിടെ നിൽക്കുന്നത്. അവാർഡ് അതിൻ്റേതായ നടപടിക്രമങ്ങളിലൂടെ ഈ ചടങ്ങിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കൈരളിയുടെ പതിവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവാർഡിലേക്ക് എത്തുന്ന വഴി എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുള്ളത്. അവാർഡിലേക്ക് എത്തുന്നതിൻ്റെ മാനദണ്ഡം ഒന്നു മാത്രമാണ്: മനുഷ്യത്വത്തിൻ്റെ പരമോന്നതമായ സാധ്യതകൾ. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തത്വത്തിൽ നമുക്കൊക്കെ മനുഷ്യത്വത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ധാരാളമുണ്ടാവും. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് വാതോരാതെ പറയാനുള്ള മുതലൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളുടെ കയ്യിൽ ധാരാളമായി ഉണ്ട്. പക്ഷേ ആത്യന്തികമായി മനുഷ്യത്വം ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സമകാലിക ജീവിതത്തിൽ, ലോകത്തിൽ അനേക സഹസ്രം വംശങ്ങളിലായി അനേക കോടി മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളുമൊക്കെ ഉള്ള ഭൂമിയിൽ ഒരു മൃഗത്തിന് മനുഷ്യൻ തന്നെ പേരിട്ട് വിളിക്കുന്നു എന്നതിലപ്പുറം വലിയ മേന്മയൊന്നുമില്ലാത്ത ഒരു വർഗമാണ് നമ്മളെല്ലാവരും. ആദ്യത്തെ 2 മനുഷ്യരുണ്ടായ കാലം മുതൽ പരസ്പരമുള്ള മത്സരം, പരസ്പരം കീഴടക്കാൻ, പരസ്പരം നശിപ്പിക്കാൻ, തളർത്താൻ, അല്ലെങ്കിൽ സംഹരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ചാണ് മനുഷ്യൻ ധാരാളമായി അന്വേഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിതോപാധിയായ ആയുധത്തെ സംഹാരത്തിനുള്ള ഒരു ഉപകരണമായി മാറ്റിയെടുത്തത്. മനുഷ്യനോടുള്ള പകയാണ് യുദ്ധങ്ങളുണ്ടാക്കിയത്. മനുഷ്യൻ ഭൂമുഖത്തുള്ളിടത്തോളം കാലം യുദ്ധങ്ങളുണ്ടാവും. അവസാനത്തെ 2 മനുഷ്യർ ശേഷിക്കുമ്പോഴും മറ്റൊന്നിനെ കീഴടക്കി അതിൻ്റെ അധിപതിയാവാനുള്ള മനുഷ്യൻ്റെ അഭിവാഞ്ച അവസാനിക്കുകയുമില്ല. നമ്മൾ ജീവിക്കുന്നത് അത് ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിട്ടുള്ള ഒരു കാലത്താണ്. അധികാര ഗർവുകളും മനുഷ്യത്വ മൂല്യങ്ങളുടെ ഏറ്റവും ഭീകരമായ, ഏറ്റവും ഹൃദയഭേദകമായ തകർച്ചകളും ഒക്കെ കാണുന്ന ഒരു യുഗത്തിൻ്റെ പുരോഗതിയിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. അത് അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്നു, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ പരിമിതികൾക്കും അകത്തു നിന്നുകൊണ്ട് ഒരുപക്ഷെ സാധാരണ മനുഷ്യർക്ക് ലഭ്യമായിട്ടുള്ള പലതും, പല സവിശേഷമായ സിദ്ധികൾ, കഴിവുകൾ, ഇവയിൽ പലതും നിഷേധിക്കപ്പെട്ടിട്ടും അവനവനുള്ളതിൽ നിന്ന് ഒരു പങ്ക് അവനവന് കിട്ടുന്നത് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന അത്ര ഇല്ല എങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും മനോഹരമായ സാധ്യതകളെ ജീവിതമാക്കി മാറ്റിയ സവിശേഷ മനുഷ്യത്വമുള്ള ആളുകളെ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഫിനിക്സ് അവാർഡ്. സവിശേഷം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക്, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമുക്കില്ലാത്ത സവിശേഷമായ മനുഷ്യത്വ സിദ്ധികൾ കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തീർച്ചയായും എനിക്ക് അഭിമാനമുണ്ട്. 2ാം തവണയാണ് ഞാൻ ഈ ജൂറിയുടെ ഭാഗമായി കൈരളിയുടെ വേദിയിൽ നിൽക്കുന്നത്. തീർച്ചയായും വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരനുഭവമായി ഞാനിതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇതിനവസരമുണ്ടായതിന് ഞാൻ കൈരളിയോടും ഇതിൻ്റെ സംഘാടകരോടും ഹൃദയപൂർവ്വം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ മനുഷ്യത്വത്തിൻ്റെ മകുടോദാഹരണങ്ങളായി മാറുന്ന, ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന അവാർഡ് ജേതാക്കളെ ഞാൻ മുൻകൂറായി അഭിനന്ദിക്കുന്നു. നന്ദി.